ഝാർഖണ്ഡിലെ രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനും മഹാരാഷ്ട്രയിലെ ഒറ്റഘട്ടമായുള്ള തെരഞ്ഞെടുപ്പിനുമുള്ള പ്രചാരണം ശക്തം. ഝാർഖണ്ഡിൽ 38 സീറ്റുകളിലേക്കാണ് ഈ മാസം 20-ന് വോട്ടെടുപ്പ് നടക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാർഖണ്ഡിൽ വിവിധ പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തു. സന്താൽ മേഖലയിലെ ആദിവാസി ജനസംഖ്യ കുറയുന്നതും നുഴഞ്ഞുകയറ്റവും പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. और गर्व से कहते हैं ना कि मैं झारखंडी हूं। और कल्पना करिए अगर ये पहचान ही खत्म हो गई तो क्या होगा। आंकड़े बताते हैं कि संथाल क्षेत्र में आदिवासियों की संख्या करीब करीब आधी रह गई है। अगर ऐसे ही आदिवासी घटते रहे तो क्या होगा। आपके जल, जंगल, जमीन, हर चीज पर दूसरों का कब्जा हो जाएगा। ജനറൽ നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചു. हर एक नागरिक से अपील करता हूं कि इस महापर्व को और इस लोकतंत्र के इस व्यवस्था को हम लोग और मजबूत करें. ഇടത് പാർട്ടി നേതാക്കളും ആർജെഡിയും ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. ആർജെഡി, എജെഎസ്യു ഇടത് പാർട്ടികളുടെ നേതാക്കളും സംസ്ഥാനത്തുടനീളം പ്രചാരണ പരിപാടികൾ നടത്തി. മഹാരാഷ്ട്രയിൽ 288 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്നലെ മഹാരാഷ്ട്രയിലെ ദൊണ്ടൈച്ചയിലും ജിൻറ്റൂരിലും പൊതുറാലിയെ അഭിസംബോധന ചെയ്തു. എൻസിപി നേതാവ് ശരത് പവാർ, കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ തുടങ്ങിയവരും വിവിധയിടങ്ങളിൽ പ്രചാരണത്തിൽ പങ്കെടുത്തു.